അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോപ്കോൺ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വേണേൽ ഓയിലിന് പകരം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓയിലാണ് ചേർത്തെടുക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്താ ഇത്രയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂണൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പോപ്കോൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പോപ്കോണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായോ എന്ന് നോക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പോപ്കോൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പോപ്കോണും നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പോപ്കോണിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഈ ഒരു മഞ്ഞ കളറും ഉപ്പും ഒക്കെ എത്തുന്നത്. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പോപ്കോണിന് നല്ലൊരു കളർ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ പാത്രം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അലൂമിനിയത്തിൻ്റെ ഒരു പാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ ഉപയോഗിക്കാവുന്നതാണ്. കുക്കറിൻ്റെ വിസിൽ ഒന്ന് എടുത്തു മാറ്റിയാൽ മതിയാവും. നമ്മൾ ഈ അടപ്പ് വെച്ചതിന് ശേഷം ഏതാണ്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ പോപ്കോൺ ഇവിടെ റെഡിയായി വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മുടെ ചോളം നന്നായിട്ട് കുക്കായി വരുന്നതാണ്. നമ്മുടെ മുഴുവൻ ചോളവും ഇതുപോലെ പൊട്ടി വരണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പോപ്കോൺ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അടുപ്പൊന്നെടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പോപ്കോൺ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായും ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും